എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. വേറൊന്നുമല്ല, ഓട്സ് കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് ഓട്സ് എടുത്ത് വറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് 1 കപ്പ് ഓട്സ് ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം കളറ് മാറി അതിൻ്റെ മണമൊക്കെ വരുമ്പോഴേക്കും നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നിർത്തിക്കണം. കൂടുതൽ വറുത്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പം അതിന് മുമ്പേ നിർത്തിക്കോണേ. നമ്മുടെ ഓട്സ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കേണ്ട പാത്രമെടുത്ത് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ദാ നെയ്യൊക്കെ ഉരുകി വരുന്നുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കടുക് കുറച്ച് നല്ല ജീരകം ഇത്രയിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായത് കുറച്ച് പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് പയർ, കറുവേപ്പില ഇത്രയും നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ കുറച്ച് കറുവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ ആ ക്യാരറ്റ് അങ്ങോട്ട് അരിഞ്ഞിടുവാണ്. എല്ലാം നല്ല കുനുകുനാന്ന് അരിഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്യാരറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ ആ പയർ അരിഞ്ഞതിട്ടു. പിന്നെ നമ്മൾ സവാള അരിഞ്ഞതും ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഇട്ട് ഇത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് വേകാനായിട്ട് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂടി വെച്ച് അടച്ചു വെക്കുക. ഇനി നമുക്ക് തുറന്നതിന് ശേഷം കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും അങ്ങോട്ട് നമുക്കിടാം. ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഓട്സിന് ആവശ്യമായത്ര വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഒരുപാട് കൂടിപ്പോകരുത്. കറക്റ്റ് അളവെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം എന്താക്കണ്ടല്ലോ, ഓട്സ് ഇട്ട് കഴിയുമ്പോൾ ഈ പരുവത്തിൽ നിൽക്കത്തക്ക വെള്ളമേ നമ്മൾ ഒഴിക്കാവുള്ളൂ. സാധാരണ റവ ഉപ്പുമാവിനൊക്കെ ഒഴിക്കുന്നത് പോലെ മുങ്ങിക്കിടക്കത്തക്ക വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇവനെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ തിരുമിയത് ഇടാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് ആവി കയറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഓട്സ് ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.